Good afternoon. Good afternoon, Miss. Good afternoon. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ. മിസ് കഴിച്ചോ? ഞാൻ ഇന്ന് ബണ്ണും കട്ടൻ ചായയോ കഴിച്ചേ. ഭക്ഷണം കഴിക്കാനായിട്ട് സമയം കിട്ടിയില്ല. ഓക്കെ. അപ്പൊ നമ്മള് മെഡിക്കൽ ടെർമിനോളജിയിൽ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, കുറച്ച് പ്രിഫിക്സ് പറഞ്ഞു. നിങ്ങൾക്ക് ഇന്നലെ അത് മിസ് വീണ്ടും എടുത്തു, ഒന്നും കൂടി നിങ്ങളത് പഠിച്ചു അല്ലെ? അപ്പോ അതിന്റെ പുറമെ ആയിട്ട് നമ്മൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം അല്ലെ? നിങ്ങൾ ആൻസർ പറയില്ലേ? ആൻസർ പറയാൻ റെഡി അല്ലേ എല്ലാവരും? എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ് അല്ലെ? രമാദേവി ഇല്ലേ? രമാദേവി രമാദേവി ഉണ്ടോ? രമാദേവി, രമാദേവിയോടാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ചോദിക്കട്ടെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റഡ് ഫ്രം ഡാഷ്. എവിടെ നിന്നാണ് മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്തത്? ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ. ആണോ? ലാറ്റിൻ മാത്രമാണോ? ലാറ്റിൻ മാത്രമാണോ? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. ഓക്കെ. അപ്പൊ രമാദേവി പഠിച്ചിട്ടില്ല, അത് കിട്ടുന്നില്ലേ? നല്ലോണം പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല? എന്താണ് പഠിക്കാത്ത? 2 മിസ്സുമാര് എടുത്തു തന്നില്ലേ, പിന്നെന്താ പഠിക്കാത്ത? മിസ് എടുത്തപ്പം കേട്ടിട്ടില്ലായിരുന്നു. രണ്ടാമത്തെ ഞാൻ പാർട്ടാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ പ്രിഫിക്സും സഫിക്സും ഒന്നും ഞാൻ ചോദിച്ചിട്ടില്ല. എവിടെ നിന്നാണ് മെഡിക്കൽ ടെർമിനോളജി ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് ഉത്തരം പറഞ്ഞില്ല രമാദേവി അല്ലെ? ലാറ്റിൻ മാത്രമാണ് പറഞ്ഞത്. ആരാണ് ആൻസർ പറഞ്ഞത്? ആരാണ്? ബിബിന. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി അടുത്തത് ചിഞ്ചു സുനോദ്. ചിഞ്ചു സുനോദിനോടാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരുന്നേ. A prefix is attached to the dash of a word. എന്താ? Beginning of a word. Prefix is attached to the dash of a word. Prefix. Beginning of a word. Beginning ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബിഗിനിങ് തന്നെയാണോ എന്ന്. ഡിപ്സ് പറഞ്ഞു ഉത്തരം. ഡിപ്സ് പറഞ്ഞേ, പ്രിഫിക്സ് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? റൂട്ട് വേർഡിന്റെ കൂടെ. പ്രിഫിക്സ് റൂട്ട് വേർഡിന്റെ ശരിയാണ്. ചിഞ്ചുസിനത് പറഞ്ഞ ശരിയാണ് കേട്ടോ, ബിഗിനിങ് ആണ് കേട്ടോ. ഓക്കെ 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 മാം, താങ്ക് യു. ചോദ്യം ജിഷ ജോജനോടാണ് കേട്ടോ. A prefix is attached to the dash of the word. എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? സോറി, suffix is attached to the dash of the word. End of the word. എന്താണ്? The end of the word. End of the word. Okay, very good. അടുത്ത ചോദ്യം ആസിയ നിഷാദ്. ആസിയ നിഷാദ് ഉണ്ടോ? ഉണ്ട് മാഡം. ആസിയ നിഷാദ് ഉണ്ട് അല്ലേ? ഓക്കെ. Prefix generally describe. Prefix എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഞാൻ ഓപ്ഷൻ ജനറൽ ലാംഗ്വേജ്. പ്രിഫിക്സ് എന്തിനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഞാൻ ഓപ്ഷൻ തരാം, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഓപ്ഷൻ പറയാം. ലൊക്കേഷൻ ആൻഡ് ഇന്റൻസിറ്റി, കളർ ഓൺലി, ഏജ് ഓൺലി, ജെൻഡർ. ഏതാ? ലൊക്കേഷൻ ആൻഡ് ഇന്റൻസിറ്റി. ലൊക്കേഷൻ ആൻഡ് ഇന്റൻസിറ്റി. ഓക്കെ. ഇനി അടുത്ത ചോദ്യം ഫാത്തിമത്ത് ഫർഹാന കേട്ടോ. ഫാത്തിമത്ത് ഫർഹാന ഉണ്ടോ?
മാറ്റി കുത്തി പറയാനുണ്ട് അല്ലേ? ഇപ്പോൾ ക്ലിയർ അല്ല, വേറെ സൗണ്ടുകളൊക്കെ വരുന്നു. മാധ്യമത്തെ പറഞ്ഞ മ്യൂട്ട് ചെയ്തേ. ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ഡിസ്റ്റർബൻസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളോട് പൊതുവായിട്ട് ചോദിക്കാം, അറിയുന്ന ആളുകൾ മാത്രം പറയാം കേട്ടോ. വിച്ച് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പ്രിഫിക്സ്? പ്രിഫിക്സിന് എക്സാമ്പിൾ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈപ്പർ വെന്റിലേഷൻ. മ്യൂട്ട് ചെയ്യട്ടോ. ആസിയ നിഷാദ് മ്യൂട്ട് ചെയ്യാം. ഞാൻ ഓപ്ഷൻ പറയാം. ഹൈപ്പർ, ഐറ്റിസ്, കാർഡിയോ, പൾമണറി. ഇത് 4 ഓപ്ഷൻ. ഹൈപ്പർ. പ്രിഫിക്സിന് എക്സാമ്പിൾ ഏതാ? ഹൈപ്പർ. ഓക്കെ. അടുത്തത് the suffix itis means. ഐറ്റിസിന്റെ മീനിങ് എന്താ? ഇൻഫ്ലമേഷൻ. Okay. ഇൻഫ്ലമേഷൻ. Then arthro refers to. ആർത്രോ എന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ജോയിന്റ്. ആർത്രോ ജോയിന്റ്. ഓക്കെ. then അടുത്ത ചോദ്യം ചോദിക്കാം കേട്ടോ. രമാദേവി ഉണ്ടോ ഇവിടെ? രമാദേവി പോയോ? ഉണ്ട്. രമാദേവിയോടാണ് കേട്ടോ അടുത്ത ചോദ്യം. ദ ചീഫ് ബേസിക് പാർട്ട് ഓഫ് എ മെഡിക്കൽ വേർഡ് കോൾഡ്. ഒരു മെഡിക്കൽ വേർഡിന്റെ ചീഫ് അല്ലെങ്കിൽ ബേസിക് പാർട്ടിനെ എന്താണ് വിളിക്കുന്നത്? എന്താണ് രമാദേവി വിളിക്കുന്നത്? എന്താ വിളിക്കുന്നേ? ഉത്തരം അറിയില്ലേ? വേറെ ആരെങ്കിലും പറയൂ. ഒരു മെഡിക്കൽ ഓക്കെ. ഇനി അടുത്തൊരു ചോദ്യം ചോദിക്കാം. ദ റൂട്ട് വേർഡ് കാർഡിയോ മീൻസ്. കാർഡിയോ എന്നതിന്റെ മീനിങ് എന്താ? ഹാർട്ട്. ഓക്കെ. പൾമണറി റെഫേഴ്സ് ടു. പൾമണറി ലങ്സ്. വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നിങ്ങൾ മെഡിക്കൽ ടെർമിനോളജി പഠിച്ചു. ഓക്കെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഒരു നോട്ട്ബുക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങള് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് സഫിക്സിനെ കുറിച്ചിട്ടാണ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എൻഡ് ഓഫ് ദ വേർഡ്. ഒരു വേർഡിന്റെ എൻഡിങ് പാർട്ടാണ് സഫിക്സ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ? ഇന്നലെ സഫിക്സ് എടുത്തായിരുന്നോ? ഇന്നലെ മിസ് എടുത്തു. സഫിക്സ് എടുത്തു. പ്രിഫിക്സ് അല്ലേ എടുത്തത്? ഇൻട്രൊഡക്ഷൻ തൊട്ട് പഠിപ്പിച്ചിരുന്നു. ഇൻട്രൊഡക്ഷൻ തൊട്ടിട്ട് ഇന്നലെ പഠിപ്പിച്ചു മിസ്. മിൽഡ്രോസ് മിസ് പഠിപ്പിച്ചു. ആ പ്രിഫിക്സിന്റെ 41ാമത്തെ മീനിങ് വരെ പഠിപ്പിച്ചു ഇന്നലെ. സോറി 42ാമത്തെ വരെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇന്നലെ പ്രിഫിക്സ് ആണോ പഠിച്ചത്, സഫിക്സ് ആണോ പഠിച്ചത്? രണ്ടും പഠിച്ചു. രണ്ടും പഠിച്ചു. എത്ര വരെ എടുത്തു സഫിക്സ്? അപ്പോ ടീച്ചർ പ്രിഫിക്സ് 42 വരെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾ എന്തൊക്കെയാണ് ഇവിടുന്ന് പറയുന്നത്? പ്രിഫിക്സ് ആണോ സഫിക്സ് ആണോ എടുത്തത്? മിസ് മിസ്സേ മെഡിക്കൽ ടെർമിനോളജിയും പെർഫിക്സും സഫിക്സും റൂട്ട് വേർഡ്സും അപ്ലിക്കേഷനും എല്ലാം പഠിപ്പിച്ചു. പിന്നെ സീരിയൽ നമ്പർ, അത് പ്രിഫിക്സും മീനിങ്ങും എല്ലാം കൂടെ 42 പഠിപ്പിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ പേജ് നമ്പർ ഇവിടെ കൊടുക്കുക. 119 എടുക്കും. 119 അല്ല, 117 എടുക്കും. അതിനകത്ത് കോമൺ സഫിക്സസ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അത് നിങ്ങൾ ഇന്നലെ പഠിപ്പിച്ചായിരുന്നോ? ഇല്ല മിസ്, ഇന്നലെ പഠിപ്പിച്ചില്ല അത്.
നിങ്ങൾക്ക് മെഡിക്കൽ ടെർമിനോളജി ഞാൻ എടുത്തത് മനസ്സിലാകാനായിട്ട് മിലുമിസ് എടുത്തു. അത് ഇൻട്രൊഡക്ഷൻ പിന്നെ അതുപോലെ തന്നെ പ്രിഫിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ എടുക്കുന്നത് പ്രിഫിക്സ് അല്ല, സഫിക്സ് ആണ് എടുക്കുന്നത്. അതും പേജ് നമ്പർ 117. അത് നിങ്ങൾ പഠിച്ചായിരുന്നു? ആ ടേബിളിലുള്ള കാര്യങ്ങളില്ലല്ലോ. ഇല്ല. ഇല്ല ഇല്ല ഇല്ല, പേജ് നമ്പർ 105 ആണ് മിസ്സേ ടെക്സ്റ്റ് ബുക്കില്. ആ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ നോട്ട് ബുക്ക് എടുത്ത് വെക്കുക കേട്ടോ. നോട്ട് ബുക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് കോമൺ സഫിക്സസ് എന്ന ഹെഡിങ് കൊടുക്കുക. കോമൺ സഫിക്സസ് എന്ന ഹെഡിങ് കൊടുക്കുക കേട്ടോ. കൊടുത്തോ? കോമൺ സഫിക്സസ് എന്ന ഹെഡിങ് കൊടുത്തോ? കൊടുത്തു. എന്നിട്ട് നമ്പർ ഒക്കെ എഴുതുക. അതിന്റെ തൊട്ട് താഴെ നമ്പർ എഴുതുക. എന്നിട്ട് അതിന്റെ നേരെ സഫിക്സ് എന്ന് കൊടുക്കുക. അതിന്റെ നേരെ മീനിങ് എന്ന് കൊടുക്കുക. മിസ് ഒന്ന് ഓൾ മ്യൂട്ട് ആക്കോ? എന്താ ഓൾ മ്യൂട്ട് ആക്കോ? ഓൾ മ്യൂട്ട് ആക്കാം. ഓൾ മ്യൂട്ട് ആക്കാം. കൊടുത്തോ? സഫിക്സസ്, നമ്പർ, സഫിക്സസ്, മീനിങ് കൊടുത്തോ? അതിനുശേഷം മീനിങ് കഴിഞ്ഞിട്ട് എക്സാമ്പിൾ എന്ന് കൊടുക്കുക. എക്സാമ്പിൾ. ഇത്രയും കാര്യങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ടോ? എല്ലാവരും എഴുതി? ഓക്കെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകുന്നില്ലെങ്കിൽ അത് എന്നോട് നേരിട്ട് ചോദിക്കാം കേട്ടോ. ഞാൻ അത് മനസ്സിലാക്കി തരും. എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. മനസ്സിലായിട്ടില്ലെങ്കിൽ അത് തുറന്ന് തന്നെ പറയുക. ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ, അതിനകത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് കോമൺ സഫിക്സസ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സീരിയൽ നമ്പർ 1 ആദ്യത്തെ സഫിക്സസ് ആണ്. അപ്പൊ സഫിക്സ് എന്ന് പറയുന്നത്, ഞാൻ ഒന്നും കൂടി പറയുവാണ്, ഒരു വേർഡിന്റെ എൻഡിങ് പാർട്ടാണ്. ഒരു മെഡിക്കൽ ടേമിന്റെ എൻഡിങ് പാർട്ട് അല്ലെങ്കിൽ അവസാന ഭാഗത്തെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. ഈ സഫിക്സ് എന്ന് പറയുന്ന ആ വേർഡിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടുണ്ട്. ഈ ഹൈഫണിന്റെ മീനിങ് എന്ന് പറയുന്നത് ഈ ഹൈഫണിന് മുമ്പ് വേറൊരു വേർഡ് വരാനുണ്ട് എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാവുന്നതാണ്. ഞാൻ മെസ്സേജ് കാണില്ല, അതുകൊണ്ടാണ് ഞാൻ ഓൾ മ്യൂട്ട് കൊടുക്കാഞ്ഞത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. ഓക്കെ, അപ്പോ സഫിക്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്നും കൂടി പറയുവാണ്, ഒരു മെഡിക്കൽ ടേമിന്റെ എൻഡിങ് പാർട്ട് അല്ലെങ്കിൽ അവസാന ഭാഗത്തെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. സഫിക്സിന് മുമ്പായിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആ വേർഡിന് മുമ്പ് മറ്റൊരു വേർഡ് വരാനുണ്ട് എന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ആദ്യത്തെ സഫിക്സ് എന്ന് പറയുന്നത് ആൾജിയ എന്നാണ്. ALGIA, ആൾജിയ. അതിന്റെ മീനിങ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മീനിങ്? റിലേറ്റിംഗ് ടു പെയിൻ, അതായത് വേദനയുമായി ബന്ധപ്പെട്ടത്. ഓക്കെ, അപ്പൊ ആൾജിയ എന്ന് പറയുന്നത് ഒരു സഫിക്സ് ആണ്. അതിന്റെ മീനിങ് വരുന്നത് റിലേറ്റിംഗ് ടു പെയിൻ എന്നാണ്, അതായത് വേദനയുമായി ബന്ധപ്പെട്ടത്. അപ്പോ ആൾജിയ എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് എന്താ? റിലേറ്റിംഗ് ടു പെയിൻ, വേദനയുമായി ബന്ധപ്പെട്ടത്. ഇനി ഞാൻ അവിടെ നിങ്ങൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്ന കോളം എഴുതാൻ പറഞ്ഞില്ലേ? പറഞ്ഞായിരുന്നോ? ഓക്കെ, അപ്പൊ നിങ്ങൾ റിലേറ്റിംഗ് ടു പെയിൻ എവിടെ നിങ്ങൾ എഴുതി വെക്കുക. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിൽ തന്നെ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങളുടെ പ്രിന്റിൽ തന്നെ എഴുതാവുന്നതാണ്. വേദനയുമായി ബന്ധപ്പെട്ടത്. അപ്പോ ആൾജിയ എന്ന് പറയുമ്പോ അതിന്റെ എക്സാമ്പിൾ വരുന്നത് ഇതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും,
പല സമയത്തും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു വാക്കായിരിക്കും ന്യൂറാൾജിയ. ന്യൂറാൾജിയ കേട്ടിട്ടുണ്ടോ? ന്യൂറാൾജിയ സ്പെല്ലിംഗ് ഞാൻ പറയാം. NEURALGIA. ന്യൂറാൾജിയ. മനസ്സിലായോ? ന്യൂറാൾജിയയുടെ മീനിങ് എന്തായിരിക്കും? അപ്പോ ആൾജിയ വേദനയാണ്. അപ്പൊ ന്യൂറാൾജിയ എന്തായിരിക്കും? സ്പെല്ലിംഗ് പറയാം. NEURALGIA. ന്യൂറാൾജിയ. എന്താണ്? നാഡീവേദന. ഇപ്പൊ മനസ്സിലായോ സഫിക്സ് എത്രത്തോളം സിമ്പിൾ ആണെന്ന്? ആൾജിയയ്ക്ക് മുമ്പ് ഒരു വേർഡ് വരുന്നുണ്ട്, അതാണ് ന്യൂറാൾജിയ. അതായത് ന്യൂറ എന്ന് പറയുന്ന വേർഡാണ് ഞാൻ അവിടെ ചേർത്തത്. ന്യൂറ പ്ലസ് ആൾജിയ എന്തായി? ന്യൂറാൾജിയ ആയി. അതിന്റെ മീനിങ് വരുന്നത് നാഡീവേദന. രമാദേവിക്ക് മനസ്സിലായോ? രമാദേവി ക്ലിയർ ആണോ? യെസ്. ഓക്കെ. അപ്പൊ ആൾജിയ മീൻസ് വേദന അല്ലെ? ആൾജിയന്റെ മീനിങ് വരുന്നത് വേദന എന്നാണ്. അതിന് എക്സാമ്പിൾ നമ്മുടെ PDF ഇല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതാണ്. നമ്മളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് അത് കുറച്ച് ഡെപ്തിൽ പഠിക്കണം. കാരണം നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനുള്ള ആളുകളാണ്. ഡെപ്തിൽ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമാവുന്നത്, നിങ്ങളുടെ ജോലിയിലും അത് ഹെൽപ്ഫുൾ ആകും. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ നിങ്ങൾക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പ്രൂഫ് റീഡിങ് അല്ലെങ്കിൽ എന്താ പറയാ സ്പൂഫ് റീഡിംഗ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലാണ് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇഷ്ടം. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല കേട്ടോ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അത് ഹെൽപ്ഫുൾ ആവില്ല. ഓക്കെ, അപ്പൊ ആൾജിയ എന്ന് പറയുന്നത് റിലേറ്റിംഗ് ടു പെയിൻ ആണ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ന്യൂറാൾജിയ അല്ലെങ്കിൽ നാഡീവേദന. ഓക്കെ, അടുത്ത പ്രിഫിക്സ് ഞാൻ പറയാൻ പോകുന്നത് അസ്തനോ എന്നാണ് കേട്ടോ. അസ്തനോ എന്നാണ് കേട്ടോ. അസ്തനോ എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതിന്റെ മീനിങ് അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഫീബിൾനെസ്. അസ്തനോ മീൻസ് എന്താണ്? ഫീബിൾനെസ് എന്നാണ് അസ്തനോ എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഫീബിൾനെസിന്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഇംഗ്ലീഷിന്റെ മീനിങ് ഞാൻ പറയാം. ഫീബിൾനെസ് ഫിസിക്കൽ ഓർ മെന്റൽ വീക്ക്നെസ്. ഫിസിക്കൽ ഓർ മെന്റൽ വീക്ക്നെസ്സിനെയാണ് ഫീബിൾനെസ് എന്ന് പറയുന്നത്. അതായത് ബലഹീനത. അതായത് നമ്മൾ ഫിസിക്കലായിട്ടും മെന്റലായിട്ടും വീക്ക് ആവുക, ബലമില്ലാതാവുക. ബലഹീനതയെയാണ് എന്തുദ്ദേശിക്കുന്നത്? ഫീബിൾനെസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അസ്തനോ എന്നാണ് സഫിക്സ് പ്രൊനൗൺസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഫിസിക്കൽ ഓർ മെന്റൽ വീക്ക്നെസ് എന്നാണ് എന്തിന്റെ മീനിങ്? ഫീബിൾനെസിന്റെ മീനിങ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ എഴുതാം. ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് മയാസ്തീനിയ എന്നാണ്. മയാസ്തീനിയ ഞാൻ സ്പെല്ലിംഗ് പറയാം കേട്ടോ. MYASTHENIA. മയാസ്തീനിയ. എക്സാമ്പിൾ കേട്ടോ. എഴുതിയോ? MYASTHENIA. മയാസ്തീനിയ. മയാസ്തീനിയ എന്ന് പറയുന്നത് എന്താണ്? മയോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? മയോ മസിൽ, പേശിയാണ് അല്ലെ? അപ്പോ അസ്തനിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബലഹീനതയാണ്. അപ്പൊ മയാസ്തനിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടി യോജിപ്പിച്ചാൽ എന്താകും? മസിൽ വീക്ക്നെസ് അഥവാ പേശികളുടെ ബലഹീനത. കിട്ടിയോ? ഓക്കെ, അസ്തനിയോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഫീബിൾനെസ് അതല്ലെങ്കിൽ ഫിസിക്കൽ ഓർ മെന്റൽ വീക്ക്നെസ്. അതിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് മയാസ്തീനിയ എന്നാണ്.
അതായത് പേശികളുടെ ബലഹീനത. ഓക്കെ, നമ്മളൊരു മയ അവിടെ കൂട്ടിച്ചേർത്തു, അപ്പോ അത് മയാസ്തിനിയ എന്നായി. ഓക്കെ, പിന്നെ ഇനി മൂന്നാമത്തേതാണ് ബ്ലാസ്റ്റ്. ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് വരുന്നത് ഇമ്മേച്വർ സെൽ എന്നാണ്. ഇമ്മേച്വർ സെല്ല് മീൻസ് അപക്വമായ കോശം, അല്ലെങ്കിൽ ഇമ്മേച്വർ ആയിട്ടുള്ള ഒരു കോശം അല്ലെങ്കിൽ ഒരു സെല്ല്, അതിനെയാണ് ബ്ലാസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മേച്വർ സെല്ലാണ്, അപക്വമായ അല്ലെങ്കിൽ ഇമ്മേച്വർ ആയിട്ടുള്ള ഒരു കോശത്തെയാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് വരുന്നത്. അതിന് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം ഓസ്റ്റിയോബ്ലാസ്റ്റ്. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ സ്പെല്ലിംഗ് പറഞ്ഞു തരാം കേട്ടോ. OSTEO ബ്ലാസ്റ്റ് എന്ന് എഴുതുക. ഓസ്റ്റിയോബ്ലാസ്റ്റ്. OSTEOBLAST ഓസ്റ്റിയോബ്ലാസ്റ്റ്. എഴുതിയോ? നജീസിനു മെസ്സേജിൽ ഇടുന്നുണ്ട്. ആരെങ്കിലും എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സ് ഒന്ന് നോക്കുക കേട്ടോ. ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതിന്റെ മലയാള അർത്ഥം എന്താ? അസ്ഥി നിർമ്മിക്കുന്ന കോശം. അസ്ഥി നിർമ്മിക്കുന്ന കോശം. ഓക്കെ, അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അസ്ഥി നിർമ്മിക്കുന്ന കോശം. അടുത്തത് പറഞ്ഞോട്ടെ. യെസ്, നെക്സ്റ്റ് വൺ സീലാണ്. നമ്മൾ സെലീന്ന് ഇത് പ്രൊനൗൺസ് ചെയ്യാൻ പാടില്ല, സീൽ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക കേട്ടോ. ZELE മീൻസ് സീൽ. അപ്പൊ പ്രൊനൗൺസിയേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്തിന്? മെഡിക്കൽ ടെർമിനോളജിയിൽ. അപ്പൊ സീൽ എന്നാണ് നമ്മൾ എന്ത് ചെയ്യാം? നാലാമത്തെ സഫിക്സിനെ പ്രൊനൗൺസ് ചെയ്യാം. സീൽ എന്ന് പറയുന്നതിന്റെ സഫിക്സ്, സീൽ എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് വരുന്നത് റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്. എന്താണ്? റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്. അതായത് ഒരു വീക്കം അല്ലെങ്കിൽ ഒരു മുഴ, ഇതിനെയാണ് എന്ത് പറയുന്നത്? ട്യൂമർ എന്ന് പറഞ്ഞാൽ മുഴ, സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ വീക്കം. ഓക്കെ, ഇതിനെയാണ് സീൽ എന്ന് പറയുന്ന സഫിക്സ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പോ വീക്കം അല്ലെങ്കിൽ മുഴ, അതാണ് റിലേറ്റിംഗ് ടു എ ട്യൂമർ ഓർ സ്വെല്ലിംഗ്. ഓക്കെ, ഇതിന് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം ഹൈഡ്രോസീൽ. എന്താണ്? ഹൈഡ്രോസീൽ. HYDROCELE ഹൈഡ്രോസീൽ. ഓക്കെ, എഴുതിയോ? ഹൈഡ്രോ മീൻസ് എന്താ? ഹൈഡ്രോ കുറച്ചും കൂടി നമ്മൾ തനത് മലയാളത്തിൽ പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ദ്രാവകം അല്ലെ? അപ്പൊ എന്താണ് ഹൈഡ്രോസീല്? സീൽ എന്ന് പറഞ്ഞാല് മുഴ അല്ലെങ്കിൽ വീക്കം, ഹൈഡ്രോ എന്ന് പറഞ്ഞാല് ദ്രാവകം. അപ്പൊ അതെന്തായി? രണ്ടും കൂടി ചേരുമ്പോ ദ്രാവകം മൂലമുള്ള മുഴ അല്ലെങ്കിൽ വീക്കം. മനസ്സിലായോ? ഹൈഡ്രോസീൽ ദ്രാവകം മൂലമുള്ള മുഴ അല്ലെങ്കിൽ വീക്കത്തെയാണ് ഹൈഡ്രോസീൽ എന്ന് പറയുന്നത്. മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി പറയാം. സീൽ എന്ന് പറയുന്നത്, സീൽ എന്ന് പറയുന്നത് എന്താണ്? ട്യൂമർ അല്ലെങ്കിൽ സ്വെല്ലിംഗ് ആണ്. ട്യൂമർ മീൻസ് മുഴ, സ്വെല്ലിംഗ് മീൻസ് വീക്കം. ഓക്കെ, അപ്പൊ നീർക്കെട്ടെന്ന് പറയാം. വെള്ളമാ, യെസ്, അത് തന്നെ മലയാളത്തിൽ അങ്ങനെ പറയും കേട്ടോ, നീർക്കെട്ട്. അപ്പോ ഹൈഡ്രോസീൽ എന്ന് പറഞ്ഞാല് ഹൈഡ്രോ മീൻസ് ദ്രാവകം അല്ലെങ്കിൽ വാട്ടർ ആണ്. അപ്പൊ ദ്രാവകം മൂലമുള്ള മുഴ അല്ലെങ്കിൽ വീക്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈഡ്രോസീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. അടുത്തതാണ് സെന്റിസിസ്. സെന്റിസിസ് എന്നാണ് സഫിക്സ് വരുന്നത്. ആ സഫിക്സിന്റെ മീനിങ് വരുന്നത് എന്താണ്? റിലേറ്റിംഗ് ടു എ പ്രൊസീജിയർ
in which an organ or body cavity is punctured, often to drain surplus fluid or get a sample for analysis. Okay. അതായത് സൂചി ഉപയോഗിച്ച് കുത്തി ദ്രാവകം പുറത്തേക്ക് എടുക്കുകയോ പരിശോധനയ്ക്കായി സാമ്പിൾ എടുക്കുകയോ ചെയ്യുന്ന പ്രൊസീജിയറിനെയാണ് എന്ത് പറയുന്നത്? സെന്റിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബോഡി പാർട്ടില് ഏതെങ്കിലും ഒരു വശത്ത് സൂചി ഉപയോഗിച്ച് കുത്തിയിട്ട് എന്ത് ചെയ്യും? ഫ്ലൂയിഡ് പുറത്തേക്ക് എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ ഒരു പ്രൊസീജിയറിനെയാണ് എന്ത് പറയുന്നത്? സെന്റിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇതിന് എക്സാമ്പിൾ നമുക്കൊന്ന് നോക്കാം. എന്താണ് ഇതിന് എക്സാമ്പിൾ വരുന്നത്? എക്സാമ്പിൾ വരുന്നത് അംനിയോസെന്റിസിസ്. അംനിയോസെന്റിസിസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അംനിയോസെന്റിസിസ്, അംനിയോ എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അംനിയോട്ടിക് ഫ്ലൂയിഡ് കേട്ടിട്ടുണ്ട് അല്ലേ? യെസ്. അംനിയോസെന്റിസിസ് ആണ് എന്ത് വരുന്നേ? എക്സാമ്പിൾ വരുന്നേ. സ്പെല്ലിങ് എഴുതിയെടുത്തോളൂ കേട്ടോ. വേർഡ് എഴുതിയെടുത്തോളൂ. സ്പെല്ലിങ് പറയാം. AMNIO സെന്റിസിസ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ സെന്റിസിസ് കിടക്കുന്നുണ്ട്, അത് എഴുതുക. അംനിയോ എന്ന് മാത്രം എഴുതിയിട്ട് സെന്റിസിസ് കൂടെ ചേർക്കുക കേട്ടോ. AMNIO സെന്റിസിസ്, അംനിയോസെന്റിസിസ്. അംനിയോസെന്റിസിസ് എന്ന് പറയുന്നത് അതൊരു പ്രൊസീജിയർ ആണ്. ഓക്കെ, പറഞ്ഞു സെന്റിസിസ് എന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ അംനിയോസെന്റിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭാവസ്ഥയിലുള്ള അമ്മയുടെ അംനിയോട്ടിക് ദ്രാവകം സൂചി ഉപയോഗിച്ച് എടുത്ത് പരിശോധിക്കുന്ന ടെസ്റ്റ് ആണെന്ത്? അംനിയോസെന്റിസിസ്. മനസ്സിലായോ? ഗർഭാവസ്ഥയിലുള്ള അമ്മയുടെ അംനിയോട്ടിക് ദ്രാവകം എന്ത് ചെയ്യും? സൂചി ഉപയോഗിച്ച് പുറത്തേക്കെടുത്ത് പരിശോധിക്കും. ഈ ടെസ്റ്റിനെയാണ് അംനിയോസെന്റിസിസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. നെക്സ്റ്റ് വൺ സൈറ്റ് ആണ്. സൈറ്റ്. സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സൈറ്റ് മീൻസ് സെല്ലാണ്. സൈറ്റി എന്നും പറയാം കേട്ടോ. സൈറ്റ് അല്ലെങ്കിൽ സൈറ്റി എന്ന് പറയാം. സെൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണത്? കോശമാണ്. ഓക്കെ, അപ്പൊ സൈറ്റ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൈറ്റി എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് വരുന്നത് സെൽ അഥവാ കോശം എന്നാണ്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എളുപ്പം പറയാവുന്നതാണ് ലൂക്കോസൈറ്റ് അല്ലെ? നിങ്ങൾ ബ്ലഡ് പരിശോധിക്കുന്ന സമയത്ത് ഇതുണ്ടാവും. എന്താണ്? വെളുത്ത രക്താണു അല്ലെ? ലൂക്കോസൈറ്റ്, WBC. ഓക്കെ, അപ്പൊ സൈറ്റ് എന്ന് പറഞ്ഞാല് സെല്ലാണ്, അത് സഫിക്സ് ആണ്. അതിന് എക്സാമ്പിൾ വരുന്നത് ലൂക്കോസൈറ്റ്. ലൂക്കോസൈറ്റിന്റെ സ്പെല്ലിംഗ് ഞാൻ പറയാം. എന്താണ് ലൂക്കോസൈറ്റിന്റെ സ്പെല്ലിംഗ്? LEUKOCYTE. ഇനോ കുഞ്ഞുമോള് അവിടെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എഴുതിയെടുക്കാം. എഴുതാത്ത, അറിയാൻ പാടില്ലാത്ത ആളുകൾ എന്ത് ചെയ്യാം? അത് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ലൂക്കോസൈറ്റ് ആണ്. LEUKOCYTE, ലൂക്കോസൈറ്റ്. അതാണ് എക്സാമ്പിള് വരുന്നത്. ഇപ്പൊ ഞാൻ 6 വരെയുള്ള സഫിക്സുകളും അതിന്റെ മീനിങ്ങും വിത്ത് എക്സാമ്പിളും പറഞ്ഞു. ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല, ഡൗട്ട് ഉണ്ട്. ഷമീമക്ക് ഡൗട്ട് ഉണ്ട്. 5-മത്തതോ? സെന്റിസിസ്. സെന്റിസിസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സെന്റിസിസ് എന്ന് പറഞ്ഞാല് അതൊരു പ്രൊസീജിയർ ആണ്. അതായത് ഒരു സൂചി ഉപയോഗിച്ചിട്ട് നമ്മുടെ ബോഡി പാർട്ടില് കുത്തി ദ്രാവകം പുറത്തേക്ക് പരിശോധനയ്ക്കായിട്ട് എടുക്കുന്ന ടെസ്റ്റ് ആണെന്ത്? സെന്റിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു അംനിയോസെന്റിസിസ്. അംനിയോസെന്റിസിസ് എന്ന് പറഞ്ഞാല് ഗർഭാവസ്ഥയിലുള്ള ഒരു ലേഡിയുടെ അമ്നിയോട്ടിക് ദ്രാവകം കുത്തി പുറത്തേക്ക് എടുത്ത് പരിശോധിക്കുന്ന ടെസ്റ്റ്. അതാണ് കേട്ടോ. ഓക്കെ,
നാലാമത്തത് ഡൗട്ട് ഉണ്ടോ? നാലാമത്തത് എന്താണ്? നാലാമത്തെ പറഞ്ഞാൽ സീലാണ്. സെലീന്നാണ് നിങ്ങൾ ചിലപ്പോൾ വായിക്കുക, പക്ഷെ അത് തെറ്റാണ്. സീലെന്നാണ് പറയുക. സീലിന്റെ മീനിങ് വരുന്നത് ട്യൂമർ അല്ലെങ്കിൽ സ്വെല്ലിംഗ് എന്നാണ്. ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു മുഴ. സ്വെല്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്കം. അതാണ് അതിന്റെ മീനിങ് വരുന്നത്. അപ്പൊ അത് എക്സാമ്പിൾ പറയുമ്പോ എന്തായി? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഹൈഡ്രോസിൽ, ദ്രാവകം മൂലമുള്ള വീക്കം. ഓക്കെ, യെസ്. ഇനി ആറാമത്തത് സൈറ്റ് ആണ്. സൈറ്റ് എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് വരുന്നത് സെല്ലാണ്, കോശം. സൈറ്റ് പ്രിഫിക്സ് സഫിക്സ് ആണ്. അതിന്റെ മീനിങ് സെൽ എന്നാണ്. ആ സെല്ല് എന്ന് പറയുന്നത് കോശമാണ്. എക്സാമ്പിൾ വരുന്നത് ലൂക്കോസൈറ്റ്. മൂന്നാമത്തത് ഡൗട്ട് ഉണ്ടോ? മൂന്നാമത്തത് ബ്ലാസ്റ്റ് ആണ്. ബ്ലാസ്റ്റ് എന്താണ്? ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇമ്മേച്വർ സെല്ലാണ്. ഇമ്മേച്വർ സെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മേച്വർ ആയിട്ടുള്ള ഒരു കോശമാണ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഓസ്റ്റിയോബ്ലാസ്റ്റ്, അതായത് അസ്ഥി നിർമ്മിക്കുന്ന കോശം. ഇത്രയേ ഉള്ളൂ കാര്യം. എനിക്ക് എക്സാമ്പിൾ ഒന്നും എക്സാമിന് വരില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞു തന്നത്. സഫിക്സ് നിങ്ങൾക്ക് ഡൗട്ട് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ്, ഓക്കെ. ഏഴാമത്തെ സഫിക്സ് ആണ് എക്ടമി. എക്ടമി എന്ന് പറഞ്ഞാല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സർജിക്കൽ റിമൂവൽ ഓഫ്. സർജിക്കൽ റിമൂവൽ ഓഫ് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്ന് പറയുന്നത് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നത്. നോട്ട് ചെയ്യാട്ടോ, മീനിങ്ങുകളൊക്കെ നോട്ട് ചെയ്യാ നിങ്ങള്, അല്ലാതെ നിങ്ങൾക്കിത് മനസ്സിലാവില്ല. ശസ്ത്രക്രിയയിലൂടെ അല്ലെങ്കിൽ ഒരു സർജറിയിലൂടെ നീക്കം ചെയ്യുന്നതിനെയാണ് എക്ടമി എന്ന് പറയുന്നത് കേട്ടോ. സർജറിയിലൂടെ അല്ലെങ്കിൽ ഒരു ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നതാണ് എന്ത്? എക്ടമി. അപ്പൊ നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞ എക്ടമിക്ക്. ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? എക്ടമി എക്സാമ്പിൾ പറഞ്ഞേ. വാസെക്ടമി. വാസെക്ടമി. ഓക്കെ, വെരി ഗുഡ്. എന്താണ് വാസെക്ടമി അമൃത? ട്യൂബെക്ടമി. ഓക്കെ, ഞാനൊരു വേർഡ് പറയട്ടെ, ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. അപ്പൻഡെക്ടമി. അപ്പൻഡെക്ടമി. എന്താണ് അപ്പൻഡെക്ടമി? APPNDECTOMY. അപ്പൻഡെക്ടമി എന്താണ്? ആർക്കെങ്കിലും അപ്പൻഡിക്സ് വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. അപ്പൻഡിക്സ് റിമൂവ് ചെയ്യുന്നതാണെന്ത്? അപ്പൻഡെക്ടമി. അപ്പോ എക്ടമി എന്ന് പറഞ്ഞാല് സർജിക്കൽ റിമൂവൽ ഓഫ് ആണ്, ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുക. അപ്പൻഡെക്ടമി എന്ന് പറഞ്ഞാല് അപ്പൻഡിക്സ് നീക്കം ചെയ്യുക എന്നതാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് വൺ ആണ് എമിയ. എമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സഫിക്സിന്റെ മീനിങ് വരിക റിലേറ്റിംഗ് ടു ദ പ്രസൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദ ബ്ലഡ്. എമിയ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് രക്തത്തിലെ സാന്നിധ്യം, ബ്ലഡിന്റെ പ്രസൻസിനെയാണ് എമിയ എന്ന് ഉദ്ദേശിക്കുന്നത്, അല്ലേ? ഓക്കെ, അപ്പോ എക്സാമ്പിൾ എന്ത് പറയാൻ പറ്റും നമുക്ക്? ലുക്കീമിയ പറയാം, അനീമിയ പറയാം, അല്ലെ? അനീമിയ പറയാം. അനീമിയ എന്ന് പറഞ്ഞാല് നിങ്ങൾ പ്രിഫിക്സില് ഒരു പ്രിഫിക്സ് നിങ്ങൾ പഠിച്ചായിരുന്നു. ആ പ്രിഫിക്സ് ഞാനൊന്ന് എടുക്കാം. ഏഴാമത്തെ പ്രിഫിക്സ് നോക്കിയ നിങ്ങള് എല്ലാവരും കാണുന്നുണ്ടോ? ഏഴാമത്തെ പ്രിഫിക്സ് എന്താണ്? ഏഴാമത്തെ പ്രിഫിക്സ് അൻ. ഓക്കെ, അതിന്റെ കൂടെ നമ്മള് ഈ എമിയ ചേർത്തു. അപ്പൊ എന്തായി?
എമിയ ചേർത്തപ്പോ അനീമിയ എന്നായി. എമിയ എന്നതിന്റെ മീനിങ് എന്താ? എമിയ എന്നതിന്റെ മീനിങ് എന്താ? എന്ന് മൈക്ക് ഓൺ ചെയ്യുവാണേ. ആ അസിയ നിഷാദെ, എമിയ എന്നതിന്റെ മീനിങ് എന്താ? എമിയ നമ്മളിപ്പോ പഠിച്ച എമിയ രക്തത്തിലെ സാന്നിധ്യം. രക്തത്തിലെ സാന്നിധ്യം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അൺ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? എന്താ? ഇല്ലാത്തത് ഇല്ലാത്തത് അല്ലെങ്കിൽ അഭാവം. ഓക്കെ, അപ്പൊ ആവശ്യത്തിനില്ലാത്തത്. ഇല്ലാത്തത്. അപ്പൊ അനീമിയ എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് എന്താ? രക്തത്തിന്റെ അഭാവം. മിനിറ്റ് അസിയ പറയാ എന്താണ് അസിയ? രക്തത്തിലെ ആവശ്യത്തിന് രക്തം ഇല്ലാത്ത സാന്നിധ്യം. എന്ന് പറയുന്നത് ഇല്ലാത്തത് അല്ലെങ്കിൽ അഭാവം. എമിയ എന്ന് പറയുന്നത് രക്തത്തിലെ കണ്ടന്റ് അല്ലെങ്കിൽ പ്രസന്റ്, അതായത് ബ്ലഡിന്റെ പ്രസൻസ് ആണ്. അപ്പൊ അനീമിയ എന്ന് പറയുമ്പോൾ കൂട്ടിച്ചേർക്കുമ്പോ എന്തായി? ഒന്ന് ഓർത്തു നോക്കിയേ നിങ്ങള്. രക്തത്തിന്റെ സാന്നിധ്യമില്ലായ്മ. രക്തത്തിന്റെ സാന്നിധ്യമില്ല. വെരി ഗുഡ്. രക്തത്തിലെ അഭാവം, അതാണ് അനീമിയ. ഇപ്പൊ നിങ്ങൾ പഠിച്ചു എങ്ങനെയാണ് ഒരു മെഡിക്കൽ ടേം ഉണ്ടാവുന്നതെന്ന്. സഫിക്സും പ്രിഫിക്സും കൂടി ചേർന്നിട്ടാണ് അനീമിയ ആയിട്ട് മാറിയത്. ക്ലിയർ ആണോ? മനസ്സിലായി? ഇത്രയേ ഉള്ളൂ. അപ്പൊ അനീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തത്തിന്റെ ആബ്സെൻസ് ആണ് കേട്ടോ. എമിയ എന്ന് പറയുന്നത് പ്രസൻസ് ആണ്. അതിന്റെ കൂടെ അൺ ചേർത്തപ്പോ ആബ്സെൻസ് ആയി മാറി. അപ്പൊ രക്തത്തിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ ബ്ലഡിന്റെ ആബ്സെൻസ് അല്ലെങ്കിൽ രക്തത്തിന്റെ അഭാവം, അതിനെയാണ് അനീമിയ എന്ന് പറയുന്നത്. ഒരാൾ അനീമിക് ആണെന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തുണ്ടാവും? വിളർച്ച അല്ലെങ്കിൽ രക്തക്കുറവ് ഉണ്ടാവും അല്ലെ? അങ്ങനെയല്ലേ അയാളെ അനീമിക് ആണെന്ന് നമ്മൾ പറയാ? യെസ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്ത പ്രിഫിക്സ് ആണ് ജെനിക്. ജെനിക് എന്ന് പറഞ്ഞാല് പ്രിഫിക്സിന്റെ മീനിങ് വരുന്നത് റിസൾട്ടിങ് എന്ന് വെച്ചാല് കാരണമാകുന്നത്. ജെനിക്കിന്റെ മീനിങ് എന്താണ്? കാരണമാകുന്നത് എന്നാണ് കേട്ടോ. കാരണമാകുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ പറയാം. കാർസിനോജെനിക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഡിപ്ലോമയിൽ ആ ഒരു വേർഡ്, കാർസിനോജെനിക്. എന്താ ആ വേർഡ് എന്തായി മാറി? കാർസിനോ ചേർത്തപ്പോ. കാർസിനോജെനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാൻസറിന് കാരണമാകുന്നത്. കാർസിനോ ആണോ കാർസിനോ ആണോ? കാർസിനോ, CARCINO, കാർസിനോ. ക്യാൻസറിന് കാരണമാകുന്നത് കേട്ടോ. കാർസിനോജെനിക് എന്ന് പറഞ്ഞാല് അപ്പോ ജെനിക് എന്ന് പറയുന്ന സഫിക്സിന്റെ കൂടെ കാർസിനോ എന്ന് പറയുന്ന വേർഡ് ചേർത്തപ്പോ അത് കാർസിനോജെനിക് ആയി മാറി. അതിന്റെ മീനിങ് വരുന്നത് ക്യാൻസറിന് കാരണമാകുന്നത്. അത്രയേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇപ്പൊ ജെനിക് എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? കാരണമാകുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഗ്രാം ആണ് കേട്ടോ. 10ാമത്തെ സഫിക്സ് ആണ് പറയുന്നത്. ഗ്രാം ആണ്. ഗ്രാം എന്ന് പറയുന്ന സഫിക്സിന്റെ മീനിങ് വരുന്നത് റെക്കോർഡ് എന്നാണ്. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? ഒരു രേഖ അല്ലെ? അല്ലെങ്കിൽ റെക്കോർഡ് എന്ന് തന്നെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം. ഓക്കെ, അതിന് ഈസി ആയിട്ട് എക്സാമ്പിൾ നമുക്ക് പറയാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കാർഡിയോഗ്രാം. കേട്ടിട്ടില്ലേ കാർഡിയോഗ്രാം? കാർഡിയോഗ്രാം കേട്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? എന്തുമായി ബന്ധപ്പെട്ടതാ? ഹാർട്ട്. ഹൃദയം. ഹാർട്ട്. ഓക്കെ, ഹൃദയം. റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? രേഖ.
അപ്പൊ എന്താണ് ഹൃദയത്തിന്റെ രേഖ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ റെക്കോർഡിനെയാണ് എന്ത് പറയുന്നത് കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഹൃദയത്തെ കുറിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും കാർഡിയോഗ്രാമിൽ ഉണ്ടാവും. ഒരാളുടെ കാർഡിയോഗ്രാം എടുക്കുന്നു എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ ഹൃദയത്തെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അതിന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ദാറ്റ് ഈസ് ഗ്രാം അല്ലെങ്കിൽ റെക്കോർഡ്. ഓക്കെ, അപ്പോ ഗ്രാം എന്ന് പറയുന്നത് റെക്കോർഡാണ്, രേഖയാണ് മലയാളം മീനിങ് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ വരുന്നത് കാർഡിയോഗ്രാം ആണ്. കാർഡിയോഗ്രാമിന്റെ മീനിങ് വരുന്നത് ഹൃദയത്തിന്റെ രേഖ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ റെക്കോർഡ്. ക്ലിയർ ആണോ? യെസ്. ഇനി നെക്സ്റ്റ് വരുന്നത് ഗ്രാഫ് ആണ്. ഗ്രാഫ് എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത് അവിടെ? എ റെക്കോർഡ് ഓർ ദ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഗ്രാഫ് എന്ന് പറയുമ്പോൾ രേഖ ഉണ്ടാക്കുന്ന ഉപകരണം, അതായത് ഈ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഉപകരണത്തെയാണ് അല്ലെങ്കിൽ ഡിവൈസിനെയാണ് എന്ത് പറയുന്നത് ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത് ഒരു റെക്കോർഡാണ്. ആ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഉപകരണത്തിന്റെ അല്ലെങ്കിൽ ഒരു ഡിവൈസിന്റെ ആവശ്യമുണ്ട്, അല്ലേ? അപ്പൊ ഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? റെക്കോർഡ് ഓർ ദ ഡിവൈസ് യൂസ്ഡ് ടു ക്രിയേറ്റ് ദ റെക്കോർഡ്. രേഖ ഉണ്ടാക്കുന്ന ഉപകരണത്തെയാണ് എന്ത് പറയുന്നത് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ നമുക്ക് ഈസി ആയിട്ട് പറയാം. കാർഡിയോഗ്രാഫ്. കാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞ മീനിങ് എന്താ പറയാ? അതായത് ഹാർട്ടിന്റെ റെക്കോർഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ ഉപകരണത്തെയാണ് കാർഡിയോഗ്രാഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. യെസ്. നെക്സ്റ്റ് വൺ ഐറ്റിസ് ആണ്. എല്ലാവർക്കും അറിയാം ഐറ്റിസ് എന്ന് പറയുന്നത് സ്വെല്ലിംഗ്, വീക്കം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈസി ആയിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. പ്രിഫിക്സിൽ നിങ്ങളെ മിസ് പഠിപ്പിച്ചിട്ടുണ്ടാകും. അതായത് ആർത്രൈറ്റിസ് നമുക്ക് പറയാൻ പറ്റില്ലേ? ആർത്രൈറ്റിസ്. ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സന്ധിവീക്കം. സന്ധിവീക്കത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ ഐറ്റിസ് എന്ന് പറയുന്നതിന്റെ മീനിങ് സ്വെല്ലിംഗ് അഥവാ വീക്കമാണ്. അതിന്റെ കൂടെ ആർത്തർ ചേർത്തിട്ടാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയാ. ആർത്തർ എന്ന് പറഞ്ഞാൽ സന്ധി എന്നാണ്. ആർത്തറും ഐറ്റിസും കൂടി ചേരുമ്പോ ആർത്രൈറ്റിസ് ആയിട്ട് മാറും. അതിനെ നമുക്ക് സന്ധിവീക്കം എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ലൈസിസ്. ലൈസിസ് എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് വരുന്നത് ഡിക്ലൈൻ, ഡിസ്റ്റിംഗ്രേഷൻ ഓർ ഡിസ്ട്രക്ഷൻ എന്നാണ്. ലൈസിസ് എന്ന് പറഞ്ഞാല് അതായത് നശിക്കുക, അല്ലെങ്കിൽ എന്താ പറയാ വിഘടനം, ഒരു സെപ്പറേഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ തകരാറിലാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള മീനിങ്ങുകളാണ് ലൈസിസിന് വരുന്നത്. ഓക്കെ, അപ്പൊ ലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വിഘടനം അല്ലെങ്കിൽ നശിക്കൽ, ആ ഒരു മീനിങ് ആണ് ലൈസിസിന് വരുന്നത്. നമുക്ക് ഈസി ആയിട്ട് എക്സാമ്പിൾ പറയാനായിട്ട് പറ്റും. ഹീമോലൈസിസ്. ഹീമോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ലൈസിസ് എന്ന് പറഞ്ഞാൽ വിഘടനം അല്ലെങ്കിൽ നശിക്കലാണ്. ഹീമോ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹീമോഗ്ലോബിൻ. ഹീമോ ബ്ലഡ് ആണ്, ബ്ലഡ് ആണ് അല്ലെ? അപ്പൊ രക്തകോശങ്ങളുടെ വിഘടനം അല്ലെങ്കിൽ നശിക്കലിനെയാണ് എന്ത് പറയുന്നത്? ഹീമോലൈസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. യെസ്. നെക്സ്റ്റ് വൺ 14ാമത്തെ സഫിക്സ് ആണ് കേട്ടോ പറയുന്നത്. മെഗാലി. മെഗാലി എന്ന് പറഞ്ഞാല് അതിന്റെ മീനിങ് വരുന്നത് എക്സ്പാൻഷൻ ഓഫ്. എക്സ്പാൻഷൻ ഓഫ് എന്ന് പറഞ്ഞാല് വലുതാകുക. ഓക്കെ, എക്സ്പാൻഷൻ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? വലുതാകുക. അപ്പൊ നമുക്ക് ഈസി ആയിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ അതിന്റെ മീനിങ് പറയാം. കാർഡിയോ മെഗാലി എന്താണ് മീനിങ് പറയാം? അക്രോമെഗാലി പറയാം.
കാർഡിയോമെഗാലി. കാർഡിയോ എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? ഹൃദയം അല്ലെ? ഹൃദയം വലുതാകുന്നതിനെയാണ് കാർഡിയോമെഗാലി എന്ന് പറയുന്നത്. മെഗാലി എന്ന് പറയുന്നതിന്റെ മീനിങ് എക്സ്പാൻഷൻ ഓഫ് അല്ലെങ്കിൽ വലുതാകുക എന്നുള്ളതാണ്. അതിന്റെ കൂടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് കാർഡിയോമെഗാലിയാണ്. ഹൃദയം വലുതാകുന്നതിനെ കാർഡിയോമെഗാലി എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ഓളജി അല്ലെങ്കിൽ ലോജി എന്നൊക്കെ പറയും നമ്മള്. എന്താണ് അതിന്റെ മീനിങ് വരിക? സയൻസ് ഓഫ് അല്ലെ? പഠനം അല്ലെങ്കിൽ ശാസ്ത്രം. ഈസി ആയിട്ട് നമുക്ക് എക്സാമ്പിൾ പറയാം. കാർഡിയോളജി. കാർഡിയോളജി അല്ലെ? എന്താണ് ഉദ്ദേശിക്കുന്നത്? പാത്തോളജി, ഓങ്കോളജി, ഹെപ്പറ്റോളജി അല്ലെ? കുറെ എക്സാമ്പിൾ പറയാം. ബയോളജി. ഓക്കെ ഓക്കെ, അപ്പൊ ഓളജി അല്ലെങ്കിൽ ലോജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് പഠനം അല്ലെങ്കിൽ ശാസ്ത്രത്തെയാണ് അങ്ങനെ പറയുന്നത്. കാർഡിയോളജി എന്ന് പറയുമ്പോ ഹൃദയത്തെ കുറിച്ചുള്ള പഠനം. ഇതിനകത്ത് കാർഡിയോ എന്ന് പറയുന്ന ഒരു വേർഡ് അല്ലെങ്കിൽ റൂട്ട് വേർഡ് ചേർത്തപ്പോ അത് കാർഡിയോളജി ആയി മാറി. അപ്പോ അതെന്തായി മാറി? അതിന്റെ മീനിങ് ഹൃദയത്തെ കുറിച്ചുള്ള പഠനമായി മാറി. ഓക്കെ, നെക്സ്റ്റ് 16-ാമത്തേതാണ് ഒമ. ഒമ എന്നാണ് കേട്ടോ പ്രൊനൗൺസ് ചെയ്യുക. ഒമ. ഒമ എന്ന് പറയുന്നത് ട്യൂമർ ആണ്. ട്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ? മുഴ അല്ലെ? ട്യൂമർ മുഴയല്ലേ? ആണോ? യെസ്, മുഴയാണ് ട്യൂമർ കേട്ടോ. ഒമ മീൻസ് ട്യൂമർ ആണ്. ഓക്കെ, ട്യൂമറിന്റെ മലയാളം മീനിങ് വരുന്നത് മുഴ എന്നാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ട്യൂമറിന്റെ മലയാളം മീനിങ് മുഴയാണ്. അപ്പോ അതിന് എക്സാമ്പിൾ നമുക്ക് പറയാം ഫൈബ്രോമ. ഫൈബ്രോമ എന്തായിരിക്കും? ഫൈബ്രോമ ഫൈബ്രോമ എന്തായിരിക്കും? അതായത് ഫൈബ്രസ് ടിഷ്യൂവിൽ ഉണ്ടാകുന്ന ട്യൂമർ ആണെന്ത്? ഫൈബ്രോമ. ഫൈബ്രസ് ടിഷ്യൂ ഉണ്ട് ബോഡി പാർട്ടില്, അതിലുണ്ടാകുന്ന ട്യൂമറിനെയാണ് എന്ത് പറയുന്നത്? ഫൈബ്രോമ എന്ന് പറയും. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഫൈബ്രോമ. ഫൈബ്രോമയുടെ സ്പെല്ലിംഗ് ഞാൻ പറയാം കേട്ടോ. മിസ്സേ ഇപ്പൊ പറഞ്ഞ ഒന്നും കൂടെ പറയോ? അതായത് ഓമ എന്ന് പറഞ്ഞാല്, അതായത് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നത് OMA, ഓമ എന്നാണ് പ്രൊനൗൺസ് ചെയ്യുക. അതിന്റെ മീനിങ് വരുന്നത് ട്യൂമർ എന്നാണ്. അതൊരു സഫിക്സ് ആണ്. അതിന്റെ മീനിങ് ട്യൂമർ ആണ്. ട്യൂമർ എന്ന് പറഞ്ഞാൽ മുഴയാണ്. അപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ഫൈബ്രോമ. ഫൈബ്രോമ മീൻസ് അതിന്റെ സ്പെല്ലിംഗ് പറയാം FIBROMA. ഫൈബ്രോമ. ഓക്കെ, ഫൈബ്രോമ എന്ന് പറഞ്ഞാല് ഫൈബ്രസ് ടിഷ്യൂയിൽ ഉണ്ടാകുന്ന ട്യൂമറിനെയാണ് എന്ത് പറയുന്നത്? ഫൈബ്രോമ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇത്രയും പറഞ്ഞതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മിസ്സേ, ഈ 13-ാമത്തത് ലിസിസ് ഒന്നും പറഞ്ഞു വന്നില്ലേ? അതിൽ ഹിമോലിസിസ് പറഞ്ഞു. അപ്പൊ അവിടെ ഈ ഡയാലിസിസ് അവിടെ വരാൻ സാധ്യതയുണ്ടോ ഈ 13-ല്? 13-ലല്ലേ? അതെ അതെ. വരാം. ഡയാലിസിസ് വരാം കേട്ടോ. അത് നമുക്ക് വേണമെങ്കിൽ എഴുതാം. പക്ഷെ അതൊന്നും ചോദിക്കില്ല, എക്സാമ്പിൾ ഒന്നും ചോദിക്കില്ല. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകുന്നതിന് വേണ്ടിയിട്ടാണ് എക്സാമ്പിൾ പറഞ്ഞു തരുന്നത് കേട്ടോ. അതിന്റെ അർത്ഥം മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അർത്ഥം പഠിക്കുക കേട്ടോ. മിസ്സേ, പിന്നെ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. ഇതെങ്ങനെ ശരിക്കും നമുക്ക് എക്സാമിന് വരിക? ഇതിന്റെ അർത്ഥമാണ് ചോദിക്കുക. മെഗാലി എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താണ്? എക്സ്പാൻഷൻ ഓഫ്. പിന്നെ നേരത്തെ ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നില്ലേ?
മെഡിക്കൽ ടെർമിനോളജി ഏത് അതാണ് ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്? ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് എൻഡിങ് പാർട്ട് ആണ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബിഗിനിങ് പാർട്ട് ആണ്. അങ്ങനെയൊക്കെയാണ് വരിക. ഓക്കെ. അപ്പൊ ഈ മെഗാലി എന്താണെന്ന് എക്സ്പാൻഷൻ ഓഫ് അതാണോ? എക്സ്പാൻഷൻ ഓഫ് അതാണ് നിങ്ങൾക്ക് വരിക. മീനിങ് ആണ് വരിക. എക്സാമ്പിൾ ഒന്നും വരില്ല കേട്ടോ. എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതിന് നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞപ്പോ മനസ്സിലായോ? ക്ലിക്കായോ? ഇപ്പൊ ഒരുപാട് മനസ്സിലായി, നല്ലതുപോലെ മനസ്സിലായി. നല്ലപോലെ മനസ്സിലായി. അപ്പൊ മനസ്സിലായില്ലെങ്കിൽ നേരിട്ട് പറയാം കേട്ടോ. ഞാൻ 2017 എന്തോ തുടങ്ങിയതാണ് എന്റെ ടീച്ചിങ് ജേർണി. ആദ്യമായിട്ടാണ് ഒരു ബാച്ച് എടുത്തത് മനസ്സിലായില്ല എന്ന് പറയുന്നത്. എറണാകുളത്തെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായില്ല എന്ന് പറയുമ്പോ സ്പീഡായി പോയായിരുന്നു, അതുകൊണ്ടാണ് മനസ്സിലാകാതെ പോയത്. സ്പീഡായിപ്പോയി. അത് നിങ്ങൾക്ക് പറയാം. സ്പീഡ് ആണെങ്കിൽ സ്പീഡ് എന്ന് പറയുമ്പോൾ വന്ദന മിസ്സിന് ചിലപ്പോ നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഞാൻ ഒരാൾക്ക് പകരം വന്നതാ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അത് റെക്കഗ്നൈസ് ചെയ്യാൻ അങ്ങനെയൊന്നുമില്ല. അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയൊന്നുമില്ല. അംഗീകരിക്കാൻ എങ്ങനെയാണ് ബുദ്ധിമുട്ട്? വന്ദന മിസ് എടുക്കുന്ന ഒരു ചാപ്റ്ററും മിസ് എടുക്കുന്ന വേറെ ചാപ്റ്റർ അല്ലായിരുന്നോ? അംഗീകരിക്കാനുള്ള ബുദ്ധിമുട്ടല്ലായിരുന്നോ? അത് പാടായിരുന്നു, അതുകൊണ്ട് പരാതി പറഞ്ഞു. പരാതി പറഞ്ഞാന്ന് പറഞ്ഞാൽ എന്നോട് കംപ്ലൈന്റ് പറയാൻ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളത് എന്നോട് നിങ്ങൾ പറഞ്ഞില്ല. എന്നോട് പറയണ്ടേ ആദ്യം. എന്നാലല്ലേ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നുള്ളത്. ഓക്കെ. അപ്പോ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് തുറന്ന് ഓപ്പൺ ആയിട്ട് പറയാം. കാരണം നമ്മൾ ഇനിയും ഉണ്ട് ഒരു 3 മാസത്തോളം നമ്മുടെ ഈ കോഴ്സ് അല്ലെ. അപ്പോ നമ്മൾ അന്യോന്യം ഇന്ററാക്ട് ചെയ്ത് സംസാരിക്കുക. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറയാം. പിന്നെ ഞാനിപ്പോ നിങ്ങൾക്ക് ഞാൻ ആകെ 4 ക്ലാസ്സുകളിൽ എന്തോ വന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നു. 4 ക്ലാസ്സിൽ വന്നുള്ളൂ എന്ന് കരുതിയിട്ട് 4 ക്ലാസ്സിൽ എനിക്ക് തീരെ വയ്യാനിട്ടും കൂടിയാണ് ഞാൻ വന്ന ക്ലാസ് എടുത്തത്. എന്റെ ക്ലാസ് ഇങ്ങനെയായിരിക്കും. ഞാൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഇന്ന് ഞാൻ എങ്ങനെയാണോ ക്ലാസ് എടുത്തത് അങ്ങനെയാണ് എന്റെ ക്ലാസ് ഉണ്ടാവുക. മനസ്സിലായോ? വീക്കായ സമയത്ത് അതിന്റെ പോരായ്മകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും മനസ്സിലാവായിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കാന്ന് കരുതി. നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഇതിൽ കണ്ടിന്യൂ ചെയ്യുന്നതിൽ കാര്യമില്ലല്ലോ. അപ്പൊ ചോദിച്ചിട്ട് പറയാന്ന് കരുതിയിട്ടാണ് ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് വന്നത്. എന്റെ ക്ലാസ് ഇങ്ങനെയായിരിക്കും. ഞാൻ അന്യോന്യം ചോദിക്കും. നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നതൊക്കെ നല്ലതാ മിസ്സേ. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവല്ലേ ചെയ്യത്തുള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കും. ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ പ്രിഫിക്സ് എന്തുകൊണ്ട് മനസ്സിലായില്ലെന്ന് അറിയില്ല. ചിലപ്പോൾ സ്പീഡായിട്ട് പോയിട്ടുണ്ടാവും. അതിന്റെ ഭാഗത്തു നിന്നുള്ള എന്താ പറയാ മിസ്റ്റേക്ക് ആയിരിക്കാൻ ചിലപ്പോ. അതുകൊണ്ടാണ് ഞാൻ മിലു മിസ്സിനോട് പറഞ്ഞത് മിലു മിസ് എടുത്തു കൊടുക്കുക. അപ്പൊ അവർക്ക് ഒന്നും കൂടി ക്ലിയർ ആണല്ലോ. നിങ്ങളുടെ ഇതല്ലേ ഞങ്ങൾ ആദ്യം നോക്കേണ്ടേ. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതാണ് ഞങ്ങൾക്ക് ഇവിടെ തരിക. അത് ഞാൻ എടുത്താലും ആരെടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവണം. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ. കരയുന്നൊന്നുമില്ല. ഞാൻ കരയുന്നൊന്നുമില്ല. കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കുറെ കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കരയേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ. ഇത് മുഴുവൻ പഠിക്കാനുള്ളതാണോ? മുഴുവൻ പഠിക്കണ്ട. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് തരാം. നിങ്ങൾ അതിന്റെ മീനിങ് പഠിച്ചാൽ മതി. എക്സാമ്പിൾ പറയുന്നത് നിങ്ങൾക്ക് അത് കുറച്ചുകൂടി മനസ്സിലാവാനാ. അപ്പൊ മെഗാലി എന്ന് പറഞ്ഞപ്പോ നിങ്ങള് എക്സ്പാൻഷൻ ആവും. മെഗാലി എന്ന് പറഞ്ഞാൽ വലുതാവുക, മെഗാലി എന്ന് പറഞ്ഞാൽ വലുതാവുക. അങ്ങനെ പഠിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്താണ് മെഗാലി? അപ്പൊ ഞാനിപ്പോ തന്നെ എക്സാമ്പിൾ പറഞ്ഞത് കാർഡിയോ മെഗാലി, ഹൃദയം വലുതാവുന്നത്. ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കിട്ടി അല്ലേ? അതിനാണത് പറഞ്ഞു തരുന്നത്. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ പിന്നെ അത് പറഞ്ഞു തരാത്തത് നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല. പ്രിഫിക്സ് എടുത്തപ്പോ കാരണം റൂട്ട് വേർഡ് ഒന്നും കൂടി ഞാൻ പറഞ്ഞു തന്നു. റൂട്ട് വേർഡ് എന്താണ്, സഫിക്സ് എന്താണ്, പ്രിഫിക്സ് എന്താണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് സ്പീഡായി പോയത്. അതിനും എക്സാമ്പിൾ ഉണ്ട്. പ്രിഫിക്സുകള് അത് ഞാൻ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് മിലു മിസ് എടുത്തല്ലോ, ഇനി അത് പറയേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ എടുക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വിത്ത് എക്സാമ്പിളോട് കൂടിയായിരിക്കും എടുക്കുക കേട്ടോ. എക്സാമ്പിൾ വേണ്ടാത്ത ഇതിനാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമ്പിൾ ഉണ്ടാവില്ല. ഓക്കെ.
അപ്പൊ എല്ലാവർക്കും ഓക്കെ അല്ലെ? എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും കാര്യം, ഇപ്പൊ ഞാൻ എത്ര നമ്പർ എടുത്തു, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കുക കേട്ടോ. ഞാനിപ്പോ 16 വരെ എടുത്തു. 16 സഫിക്സുകളാണ് ഇപ്പൊ കൊടുത്തത്. അതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും മനസ്സിലായവയുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. സഫിക്സ് കംപ്ലീറ്റ് ആവട്ടെ, എന്നിട്ട് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ. ആരോ എന്തോ ഒരു സംശയം ചോദിച്ചിട്ടുണ്ട്. 15ാമത്തെ ഒന്നും കൂടി പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 15ാമത്തേത് ലോജി അല്ലെങ്കിൽ ഓളജി എന്ന് പറയും നമ്മള്. ലോജി എന്നാണ് കൂടുതലായിട്ട് നമ്മൾ അത് പ്രൊനൗൺസ് ചെയ്യുക. അതിന്റെ മീനിങ് വരുന്നത് സയൻസ് ഓഫ്, അതായത് പഠനം അല്ലെങ്കിൽ ശാസ്ത്രം. ഇപ്പൊ ലോജി, ഓളജി അല്ലെങ്കിൽ ലോജിയുടെ കൂടെ നമ്മൾ ബയോ എന്ന് പറയുന്ന വാക്ക് ചേർത്ത് കഴിഞ്ഞാല് അത് ബയോളജിയായി മാറി. ബയോളജി എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നേ? ജീവശാസ്ത്രം അല്ലേ? അങ്ങനെയാണോ? സൈക്കോളജി, മനഃശാസ്ത്രം, അതാണ് എക്സാമ്പിൾ വരിക. അങ്ങനെ കുറെ അധികം ശാസ്ത്രങ്ങൾ ഉണ്ട് നമുക്ക് കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ വൈൻഡപ്പ് ചെയ്തോട്ടെ. നിങ്ങൾക്ക് പ്രശ്നം, പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ? നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെയാണ് മിസ്, മനസ്സിലായി. മനസ്സിലായി. ഇനി ഇതിന് കംപ്ലൈന്റ് ഇല്ലല്ലോ? മനസ്സിലായില്ലെന്ന് പറയില്ല? സോറി മിസ്, ഇല്ല. ഇല്ല, മനസ്സിലായില്ലെന്ന് പറയില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ പക്ക ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ, അതായത് നാളെ, ഇതിന്റെ ബാക്കി ഭാഗം സഫിക്സ് എടുക്കാം. ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ പറയുന്നു, ഏതെങ്കിലും ഇനി അടുത്ത ടേമിലും ഞാൻ ഉണ്ടാവും. അതായത് ഈ ടേം 1 കഴിയുമ്പോൾ ടേം 2, അടുത്ത 3 മാസത്തെ ഇതുണ്ടല്ലോ, ക്ലാസ് ഉണ്ടല്ലോ, അപ്പോഴും ഞാൻ ഉണ്ടാവും. അപ്പോഴും ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അതിലും എന്തെങ്കിലും പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ഓപ്പൺ ആയിട്ട് ചോദിക്കാം. ടീച്ചർ, എനിക്കിത് മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരാമെന്ന് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. അതിനൊന്നും എനിക്ക് യാതൊരു മടിയില്ല. എത്ര പ്രാവശ്യം വേണമെങ്കിലും പറഞ്ഞുതരാം. ഓക്കെ. എക്സാം എപ്പോഴാണ്? എക്സാം അടുത്ത മാസം ഉണ്ടാവും, നെക്സ്റ്റ് മന്ത് കേട്ടോ. ഇത് മിസ് ഓരോ മൊഡ്യൂളായിട്ടല്ലേ ഉണ്ടാവുക? ആ, മൊഡ്യൂൾ 1ഉം 2ഉം ഉണ്ടാവും. ഒരുമിച്ചാണോ? ഒരുമിച്ച്. ഓക്കെ. എല്ലാവർക്കും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണോ വരുന്നത്, അതോ ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ആണോ? എല്ലാവർക്കും സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാ രമാദേവി ഉണ്ടാവുക? അങ്ങനെയാണെങ്കിൽ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കണം? എല്ലാവർക്കും ഒരേപോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ വരിക? അല്ല, ഗ്രൂപ്പിലെങ്ങനെ ഒരാൾ പറഞ്ഞതുകൊണ്ട് ചോദിച്ചേ. ഇല്ല, ഒരു ക്വസ്റ്റ്യൻ പേപ്പറേ ഉണ്ടാവുള്ളൂ. നിങ്ങളുടെ ആൻസർ അതെ, ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഒരു മൊഡ്യൂളാണ് ഒരു ദിവസം ഉണ്ടാവുള്ളൂ പറഞ്ഞ എക്സാം. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഒരു എക്സാം ആയിട്ടാണ് നടത്തുക എന്റെ അറിവിൽ. ടേം എക്സാം എന്ന് പറഞ്ഞ ഒരെണ്ണോ 1ഉം 2ഉം കൂടി ചേർന്ന്, പിന്നെ 3ഉം 4ഉം കഴിയുമ്പോ അത് ചേർത്ത് നടത്തും. പിന്നെ 1, 2, 3, 4 മെയിൻ എക്സാം ഉണ്ടാവും. അങ്ങനെയാണ് സാധാരണ ഇവിടെ നടത്തി വരാറുള്ളത് കേട്ടോ. 3 വട്ടമുണ്ട് എക്സാം. എന്താ? മോക്ക് ടെസ്റ്റ് ഇടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. പിന്നെ പേടിക്കണ്ട, വറിയാവണ്ട, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. മോക്ക് ടെസ്റ്റുകളൊക്കെ പരമാവധി ചെയ്യുക. അതിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. ഡേറ്റ് ഒന്നും ഫിക്സ് ചെയ്തിട്ടില്ല, ഡേറ്റ് ഒക്കെ വരും, നിങ്ങളെ അറിയിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, താങ്ക് യു. Okay, thank you, miss.